കഴിഞ്ഞ 15 വർഷമായി നേപ്പാളിൽ താമസിക്കുന്ന കേരളീയനായ തൊടുപുഴ പൈങ്ങോട്ടൂർ സ്വദേശിയായ ബോബിയാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. അദ്ദേഹം ഈ നേപ്പാളിലേക്ക് വരുന്ന എല്ലാ മലയാളികൾക്കും വേണ്ടതായ എല്ലാ സഹായങ്ങളും നിർദ്ദേശങ്ങളും സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ നേപ്പാളിലെ ജീവിത അനുഭവങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ബോബി, 15 വർഷമായി എന്നാണല്ലോ പറഞ്ഞത്. അതെ, ഈ നേപ്പാളിൽ 2009 സെപ്റ്റംബർ 29 ഞാൻ ഇവിടെ വന്നത്. എങ്ങനെയുണ്ട് നേപ്പാളിലെ ജീവിതവും? നേപ്പാളിലെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഐ എം വെരി ഹാപ്പി. എനിക്ക് ഒരിക്കലും ഈ നേപ്പാൾ എന്ന് പറഞ്ഞൊരു നഷ്ടബോധമായിട്ട് തോന്നിയിട്ടില്ല. കാരണം എൻ്റെയൊക്കെ ഏജിൽ ഓരോരുത്തരും സ്വിറ്റ്സർലൻഡ്, ജർമ്മനി, UK, ഇറ്റലി കടം മേടിച്ചിട്ടാണെങ്കിലും വീട് ആധാരം പണയം വെച്ചിട്ടാണെങ്കിലും പോകും. പക്ഷെ എന്നെ സംബന്ധിച്ച് നേപ്പാൾ എനിക്കെല്ലാം തന്നതും ഒരു ജീവിതം തന്നതും നേപ്പാളാണ്. പിന്നെ നേപ്പാളിനെ സംബന്ധിച്ച് ഈ ലോകത്തിൽ ഏറ്റവും സന്തോഷവും സമാധാനമുള്ളൊരു രാജ്യം ഞാൻ കണ്ടതിൽ, ഞാൻ അധികം രാജ്യങ്ങളിൽ പോയിട്ടില്ല, ഒരു 2-3-4 ഭൂഖണ്ഡങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും ഒരു 10-20 രാജ്യം പോയിട്ടുണ്ടെങ്കിലും നേപ്പാളിൻ്റെ അത്ര സ്വാതന്ത്ര്യവും സന്തോഷവും എനിക്ക് വേറെ എവിടെയും കിട്ടിയിട്ടില്ല. അത് വെച്ച് നോക്കുമ്പോൾ നേപ്പാൾ എപ്പോഴും ഓക്കെയാണ്. എന്ത് വർക്കാണ് നേപ്പാളിൽ? ഞാൻ നേപ്പാളിൽ പ്രൊജക്റ്റ് വർക്ക് ചെയ്യാണ്. സ്വിറ്റ്സർലൻഡ്, ജർമ്മനി, കാനഡ, UK, ഇറ്റലി, അമേരിക്ക, ഹോങ്കോങ്, മക്കാവ്, ഇവിടെയൊക്കെയുള്ള സംഘടനകളുണ്ട്, INGOs. അവർ ഈ നേപ്പാളിൽ റിമോട്ട് ഏരിയയിലും ട്രൈബൽസിനും വേണ്ടിയിട്ടൊക്കെ പ്രൊജക്റ്റ് വർക്ക് ചെയ്യും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് നേപ്പാളിലേക്ക് കയറാനുള്ള ഒരു ഗേറ്റ് വേ ആണ് ഈ പ്രൊജക്റ്റ് വർക്ക്. കാരണം മറ്റുള്ള രാജ്യങ്ങളിലെ പോലെ ഒരുപാട് നിബന്ധനകളില്ല. 24 hours ബോർഡർ ഓപ്പൺ. അപ്പോൾ എത്ര പൈസ അവിടെ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്താലും, ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്താലും നിയമങ്ങൾ എപ്പോഴും അവർക്ക് ഫേവറാണ്. കാര്യം ഒത്തിരി തടസ്സങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇവിടെ ഉണ്ടെങ്കിലും നിയമപരമായിട്ടും ബാക്കി ജനങ്ങളുടെ ജീവിത രീതിയും ജനങ്ങളുടെ സഹകരണം വെച്ച് നോക്കുമ്പോൾ നേപ്പാൾ വളരെ എളുപ്പമാണ് അവർക്ക് പ്രൊജക്റ്റ് വർക്ക് ചെയ്യാൻ. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു പ്രൊജക്റ്റ് വർക്കാണ് ഇവിടെ ചെയ്യുന്നത്. അത് പ്രത്യേകിച്ച് ഈ ട്രൈബൽസിന് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ ഫീൽഡ്. അപ്പം ഞങ്ങളുടെ കൂടെയുള്ളവരെ പരിചയപ്പെടുത്തില്ല. അദ്ദേഹം തിരുവനന്തപുരം സ്വദേശി ജയചന്ദ്രൻ ആണ്. ഇദ്ദേഹം തൊടുപുഴ സ്വദേശി മോഹനഞ്ചേട്ടനാണ്. ഞാനും ജയേന്ദ്രചേട്ടനും ഇന്നിവിടെ സന്ദർശനത്തിനായിട്ട് വന്ന ഗ്രൂപ്പിൽപ്പെട്ട ആളാണ്. ഇവർ മോഹനഞ്ചേട്ടൻ 13-ാം തീയതി തന്നെ നേപ്പാളിൽ എത്തിയ ആളാണ്. 7-ാം തീയതി മടങ്ങാനിരിക്കുന്ന ആളാണ്. ഞങ്ങളും 7-ാം തീയതി തന്നെയാണ് നേപ്പാളിൽ നിന്ന് മടങ്ങാനിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ സ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട്, അതായത് നിരവധി മലയാളികൾ ഉൾപ്പെടെ വിദേശികൾ ഇവിടെ വരുന്നുണ്ടല്ലോ. അപ്പം സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ സുരക്ഷാ സാഹചര്യങ്ങൾ ഇവിടെ എങ്ങനെ, പ്രത്യേകിച്ച് നൈറ്റ് ലൈഫ് വീക്ഷിക്കാനായിട്ട് ടൗണുകളിലൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ സ്ത്രീകളുടെ സുരക്ഷ, അതായത് 24 മണിക്കൂർക്കും ഇവിടെ സ്ത്രീകൾക്ക് സുരക്ഷിതമായിട്ട് നടക്കാം. ഒരുപക്ഷെ നിങ്ങൾ BBC ന്യൂസോ അല്ലെങ്കിൽ അൽ ജസീറയോ ഒക്കെ ന്യൂസോ അല്ലെങ്കിൽ മറ്റുള്ള ന്യൂസ് ചാനൽ എല്ലാം എടുത്ത് നോക്കുക. നേപ്പാളിൽ വന്ന ഒരു വിദേശിയെ ബലാത്സംഗം ചെയ്തു, അല്ലെങ്കിൽ നേപ്പാളിൽ വന്ന ഒരു വിദേശിയെ മാനഭംഗപ്പെടുത്തി അവരുടെ യാത്ര തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു ന്യൂസ് നിങ്ങൾ കുറേ ചാനലിൽ എടുത്ത് നോക്കി നോക്ക്. എനിക്കൊന്ന് കണ്ടിട്ടുണ്ടാവാൻ സാധ്യത കുറേ. അപ്പോൾ നിങ്ങൾ തന്നെ 2 ഭാര്യമാരുണ്ട്, 2 അവിടെ കുക്ക് ചെയ്യുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം നേരിട്ടോ? ഒരിക്കലും. ആരെങ്കിലും ഒന്ന് നോക്കുമോ? നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീ നടക്കുമ്പോൾ, പ്രത്യേകിച്ച് ബസ് സ്റ്റാൻഡിൽ ഓട്ടോറിക്ഷയിലൊക്കെ നടക്കുമ്പോൾ തുറന്നു പറഞ്ഞില്ലെങ്കിലും ഉള്ളുകൊണ്ട് ഇല്ല, കുഴപ്പമില്ല. അപ്പോൾ നടക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് ഞാൻ അനുഭവിച്ച കേട്ടോ, നമ്മൾ പോകുമ്പോൾ നമ്മളൊരു പുരുഷന് സ്ത്രീ നടക്കുമ്പോൾ വേറൊരു കണ്ണോടെ ശരിക്കും കാണുന്നത്. നിങ്ങളുടെ അഭിപ്രായം എനിക്കറിയില്ല കേട്ടോ, ഞാൻ അനുഭവിച്ച. ഇവിടെ നേപ്പാളിലേക്ക് വന്നു കയറുമ്പോൾ നോ ബഡി കെയർസ്. ഇപ്പം നിങ്ങളുടെ ഭാര്യമാരുടെ കൂടെ വന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യനെ ശ്രദ്ധിക്കണമെന്നോ അല്ലെങ്കിൽ ആരെങ്കിലും നോക്കൂന്നോ പിടിക്കുന്നോ എന്തെങ്കിലും നിങ്ങൾ കയറി വണ്ടികൾ നിങ്ങൾ കയറി എന്തെങ്കിലും തടസ്സം നേരിട്ടോ? തീർച്ചയായിട്ടും ഒരാള് വന്നിട്ട് അതേപോലെയാണ് ഇവിടെ 24 മണിക്കൂറും ഇവിടെ സ്ത്രീകൾക്ക് എവിടെ എപ്പോൾ വേണമെങ്കിലും സഞ്ചരിക്കാം. നേപ്പാൾ ഇന്ത്യ ബോർഡറിൽ ചെന്ന് കഴിഞ്ഞാൽ സ്ത്രീകളും പുരുഷന്മാരും 24 മണിക്കൂർ നടക്കുന്നുണ്ട്. ഒരു സ്ഥലത്തും ഒരു ബലാത്സംഗ കേസോ അല്ലെങ്കിൽ സ്ത്രീകളെ അപമാനിച്ച കേസോ ഇല്ല. അതേപോലെ ഇവിടെയൊക്കെ ഒരു 18-19 വയസ്സാകുമ്പോഴത്തേനും ആൺകുട്ടികൾക്ക് ഗേൾഫ്രണ്ടിന്, പെൺകുട്ടികൾക്ക് ബോയ് ഫ്രണ്ടിന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളില്ല. നമ്മുടെ നാട്ടിലൊരു ഹോട്ടലിൽ പോയിട്ട് ഒരു ആണും പെണ്ണും റൂം എടുക്കുമ്പോഴത്തേനും ജീവനക്കാർ പോലും സംശയത്തോടെ ഒരു കണ്ണോടെ കാണുന്നത്. പ്രത്യേകിച്ച് ഇച്ചിരി സൗന്ദര്യമുള്ള ഒരു പെണ്ണിൻ്റെ കൂടെ പോയി നോക്ക്. ഞാൻ പല ഫോറിനേഴ്സും വിദേശ വനിതകൾ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ എനിക്ക് ഒരു പ്രശ്നമില്ല. ഗോവയിൽ പോകുമ്പോൾ അത്രയും പ്രശ്നമില്ല കേട്ടോ. ആ സമയം കേരളത്തിലേക്ക് ചെല്ലുമ്പോഴത്തേനും ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല, അത് വേറൊരു
അന്തരീക്ഷമാണ്. അത് പറഞ്ഞിട്ട് അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവണ്ട. അപ്പൊ ഇവിടെ സ്ത്രീകൾ എപ്പോഴും സുരക്ഷിതരാണ്. പിന്നെ 1000-ൽ-1 എന്നൊക്കെ പറഞ്ഞ പോലെ എന്തെങ്കിലും നടന്ന അത് മിക്കവാറും എന്താ പറയാ, അത് എന്താ പറയാ, ഇവിടെ അങ്ങനെ പൊതുവെ കുറവാണ്. മൊത്തത്തിൽ വെച്ച് നോക്കുമ്പോ സ്ത്രീകൾ സുരക്ഷിത. കണ്ടില്ലേ പല ഹോട്ടലുകളിൽ തന്നെ കൊച്ചു പെൺകുട്ടികളാണ് വന്ന് നമ്മളെ രാത്രി 10 മണിക്കും 12 മണിക്കും പോയാൽ പോലും അവരാണ് നമുക്ക് ആഹാരം തരുന്നതും എന്ത് സെയിൽസിനും എല്ലാത്തിനും നിൽക്കുന്നവരെ തന്നെയാണ്. നമ്മള് ഒന്നും വേണ്ട, ഇപ്പൊ നമ്മള് ചെന്ന ഫ്ലഷ് ടാങ്ക് പൈപ്പ് റിപ്പയർ ആയില്ലേ, എത്ര സുന്ദരമായ ഒരു കൊച്ചവിടെ വന്നേ അല്ലേ. അതും എനിക്ക് തോന്നുന്നു ഒരു 25 വയസ്സിൽ താഴെയുള്ള ഒരു കൊച്ചാ. രാത്രി സമയത്ത് ഡ്യൂട്ടി ചെയ്യാനായിട്ട് എത്ര കറക്റ്റാണ്. അതുപോലെ ഇവിടെയുള്ള ഷോപ്പിംഗ് സെന്ററിൽ പോകുമ്പോൾ മുഴുവൻ ലേഡീസാ. പുരുഷന്മാരെ കൗണ്ടറിൽ വളരെ ലേഡീസ് എന്ന് പറയാൻ എല്ലാം ബിലോ ഒരു ആവറേജ് 30 ബിലോ എല്ലാം നിൽക്കും. അത് തന്നെ, അവര് മൊത്തത്തില് ഇവിടുത്തെ പെൺകുട്ടികൾ നല്ല ഫ്രീഡം ഉള്ളവരാണ്, ഓപ്പൺ മൈൻഡാണ് ഇവര്. അതായത് ഇവിടുത്തെ പെണ്ണുങ്ങള് മെൻസസ് ഒക്കെ ആയി കഴിയുമ്പോൾ ഭക്ഷണം ഒന്നും പാചകം ചെയ്യില്ല. അപ്പൊ അവര് വന്നിട്ട് പറയും, ഞങ്ങൾ ഇന്ന് മെൻസസ് ആണ്, ഭക്ഷണം പാചകം ചെയ്യില്ല. ആ അങ്ങനെ അത് ഇവിടെ ഇച്ചിരി ഓപ്പൺ ആട്ടോ. അവിടെ ഒരു ഒളിച്ചുകളിയോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല മദ്യം മധുര, ഇവിടെ ഒരു ഒളിച്ചുകളി ഇല്ല. ഇവിടെ ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കാം, അതുകൊണ്ട് സുരക്ഷിതമായിട്ട് നടക്കാം. തീർച്ചയായിട്ടും ഇവിടുത്തെ കൾച്ചർ ഞങ്ങൾക്ക് വന്നപ്പോൾ തന്നെ മനസ്സിലായി. രാവിലെ തന്നെ എല്ലാ വീടിൻ്റെ മുൻവശമൊക്കെ അടിച്ച് കഴുകി വൃത്തിയാക്കി, അതുപോലെ തന്നെ നമ്മൾ ക്യാഷ് കൊടുക്കുകയോ തിരിച്ചു തരികയോ വളരെ ഭവ്യതയോടെ ഒരു ഗ്ലാസ് വെള്ളം തരുമ്പോൾ പോലും അവരുണ്ട്. അതെ, വളരെ ഭവ്യതയോടെ, വളരെ ഭവ്യതയോടെയാണ് അവർ കൈകാര്യം. അതുപോലെ നമുക്ക് ഈ നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇവിടെ കാണുന്നത്, കേരളത്തിലൊക്കെ നിരവധി മദ്യപാനികൾ ഇങ്ങനെ മദ്യപടിച്ച് ലെവല് തെറ്റി വഴിയിൽ കൂടെ നടക്കുന്നതാണ്. ഇവിടെ ഒരാളെ പോലും നമുക്ക് ഇതേവരെ അങ്ങനെ കാണാൻ പറ്റിയില്ല. അതിന്റെ കാരണം എന്താണെന്നറിയാം? അതിന്റെ കാരണം എന്നറിയാം, ഇവിടുത്തെ അമ്പലങ്ങൾ ഒരുപാടുണ്ട്. അമ്പലങ്ങളുടെ മുമ്പില്, ക്രിസ്ത്യൻ പള്ളികളുടെ മുമ്പില്, മുസ്ലിം പള്ളികളുടെ മുമ്പിൽ പോലും ഇവിടെ മദ്യം സുലഭമാണ്. ഏത് വീട്ടിൽ ചെന്നാലും ചായക്ക് പകരം ചാരായാണ് തരുന്നത്. ഏത് വീട്ടിൽ ചെന്നാലും കിട്ടും, വിലയും കുറവ്. ചാരായൊക്കെ എന്ന് പറഞ്ഞാൽ എവിടെ ചെന്നാലും ചാരായം കിട്ടും. അതേപോലെ ഒരു മദ്യം വിൽക്കുന്ന കടയ്ക്ക് 2500 രൂപ ഇന്ത്യൻ കൊടുത്താൽ മതി. ഒരു വർഷം നമുക്കൊരു കടയിൽ മദ്യം വിൽക്കണമെങ്കിൽ 2500 രൂപ ഇന്ത്യൻ കൊടുത്താൽ മതി. 4000 രൂപ നേപ്പാളി ഒരു വർഷം. നമ്മുടെ നാട്ടിലൊരു ബാറിന് എത്ര ലക്ഷം രൂപ വേണം? നമ്മുടെ നാട്ടിലെ ബാറിന് ലൈസൻസ് ഫീ എന്നതിലുപരി മറ്റു തരത്തിൽ ഉള്ള ചെലവുകളാണ് എന്ന് വിചാരിച്ചുകൊണ്ട് 2500 രൂപ കൊടുത്തിട്ട് ഇവിടെ ഒരു കട, തൊട്ടപ്പുറത്തൊരു കട, തൊട്ടപ്പുറത്തൊരു കട, അവർ തമ്മിൽ എൻ്റെ അടുത്ത് നിന്ന് മേടിക്കാൻ പറഞ്ഞു ഒരുത്തരും നിർബന്ധിക്കില്ല. ആവശ്യമുള്ളവർ വരിക, പോവുക, മേടിക്കുക, കുടിക്കുക. എവിടെ വേണമെങ്കിലും പബ്ലിക്കായിട്ട് മദ്യം മേടിക്കാം, കുടിക്കാം, കഴിക്കാം. ഇനി വഴി സൈഡിൽ നിന്നിട്ട് വെള്ളം പൈപ്പിൽ നിന്ന് പിടിച്ച് ഒഴിച്ചാലും ഒരാളും വന്ന് നമ്മളെ ഒന്നും പറയില്ല. പോലീസ് വളരെ ഫ്രണ്ട്ലി. ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ അടിക്കില്ല. അല്ല, ഞങ്ങളത് ശ്രദ്ധിക്കരുത്. നമ്മളാ പോയ വഴിക്ക് സാധാരണ നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിലോ എവിടെയാണെങ്കിലും നല്ല മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ വിപുലമായിട്ട് കാണാം. ഇവിടെ ഞങ്ങൾ ഹോസ്പിറ്റലിന്റെ ബോർഡുകൾ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ ഒരിടത്തും ഒരു ഹോസ്പിറ്റലിന്റെ ബോർഡ് പോലും കാണാൻ പറ്റും. ഹോസ്പിറ്റൽ ഉണ്ടാവും, പക്ഷെ അത്രേ ഉള്ളൂ. ഇവിടെ ആളുകൾക്ക് രോഗം കുറവല്ലേ, ഇവര് ടെൻഷൻ ഫ്രീ ലൈഫാ. പിന്നെ ഇവിടെ ഫുഡ് സിസ്റ്റം വളരെ സിസ്റ്റമാറ്റിക് ആണ്. ഇവരങ്ങനെ വലിച്ചു വാരി കഴിക്കുന്നവരല്ല. അതെ, എല്ലാ ഫുഡിലും നമ്മളെ അപേക്ഷിച്ച് ഉപ്പ് വളരെ കുറവായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത്. നമുക്ക് ആ ഫുഡ് ചിലതിടത്ത് ഇഷ്ടപ്പെടാതെ വന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല, എണ്ണയോ അതുപോലുള്ള ഒരു പ്രശ്നങ്ങളും കുറവായിരിക്കും. ഉപ്പിന്റെ കാര്യത്തിൽ സ്വല്പം കുറവായത്. പക്ഷെ നമ്മൾ ഈ കൂടുതൽ ഉപ്പ് ഉപയോഗിച്ച് ശീലിച്ചുകൊണ്ട് നമുക്കതൊരു നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു വിത്തൗട്ട് ചായ ചോദിച്ചാൽ ആ ഒരു ചെറിയൊരു മതി മാത്രമേ ഉള്ളൂ. വിത്ത് ചായക്ക് അതേ ഷുഗർ തന്നെയാണ്. ആ ഒരു എല്ലാത്തിനും ഒരു മീഡിയം ലിമിറ്റ്. അതേപോലെ ഇവിടെ ഹോട്ടലിൽ ചെന്ന് കയറി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ ഉണ്ടാക്കി വെച്ചേക്കുമല്ല. ചെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇവര് കോഴീനെ പോലും കൊല്ലുന്നത്. നമ്മൾ ചെന്ന് പറഞ്ഞതിന് ശേഷം, അതിനുശേഷം അവരത് വെട്ടി ഒരുക്കി റെഡിയാക്കി തരുന്നത്. ഇപ്പൊ ഞങ്ങള് പോന്നപ്പോ ഞങ്ങളുടെ ഡ്രൈവറുമായിട്ട് സംസാരിക്കുന്നത്, അപ്പൊ നേപ്പാളി പോപ്പുലേഷനും അതുപോലെയുള്ള കാര്യങ്ങളെ പറ്റി. ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് ഇവിടെ പോപ്പുലേഷൻ 3 crore ആണ്. അതില് 1 crore അല്ല 1 or 2 crore വെളിയിലാണ് പോയിട്ട് 1 crore പേഴ്സൺസിന് ഇവിടെ ഉള്ളൂ എന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിച്ചു. 2011 ഇവിടുത്തെ സെൻസസ് എടുക്കുന്നത്. അന്ന് 2.67 ഇവിടുത്തെ പോപ്പുലേഷൻ. അതിന്റെ അകത്ത് 1 കോടി പുറത്തായിരിക്കും. 1 കോടി പുറത്തായിരിക്കും. 1 കോടിയാ പുറത്ത്. അവരെ കൊണ്ടാണ് ഇവിടെ ജീവിക്കുന്നത്. കാരണം ഇവർക്ക് ഓസ്ട്രേലിയക്ക് പെട്ടെന്ന് വിസ കിട്ടും.
ഓസ്ട്രേലിയൻ വിസ. പിന്നെ മറ്റുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇവർക്ക് പെട്ടെന്ന് വിസ കിട്ടും. കാരണം ഇവിടെ ടെററിസം ഇല്ല. തീവ്രവാദം എന്ന് പറഞ്ഞ സംഭവമില്ലേ. നേപ്പാളിൽ ബോംബ് പൊട്ടിയെന്നോ തീവ്രവാദം ഉണ്ടെന്നോ അല്ലെങ്കിൽ വെടിയേറ്റ് മരിച്ചു എന്നൊക്കെ പറഞ്ഞ് എവിടെയാ കേട്ടിട്ടില്ലേ? നാച്ചുറൽ കലാമിറ്റീസ് ഉള്ളു ഇവിടെ, വേറെ ഒന്നുമില്ല. അങ്ങനെ ഒരു ടെൻഷനേ ഇല്ല അവർക്കിവിടെ. അതേപോലെ ഓസ്ട്രേലിയക്ക് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് വിസയ്ക്ക് പോകുമ്പോൾ നമ്മുടെ അവിടെ ഒരു കൊച്ചിനെ ഇപ്പൊ ഓസ്ട്രേലിയക്ക് പോകുമ്പോൾ നമ്മുടെ സ്വന്തക്കാരൊക്കെ ഒരു കൊച്ച് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒരാള് ഓസ്ട്രേലിയക്കോ ജർമ്മനിക്കോ ന്യൂസിലൻഡിനോ കാനഡയ്ക്കോ UK പോകുന്ന വെച്ചാൽ നമ്മുടെ കുടുംബക്കാരെല്ലാവരും കൂടി ഒന്ന് സഹകരിച്ചാൽ നമ്മുടെ റിലേറ്റീവ് ഇപ്പൊ നിങ്ങൾക്കുള്ള റിലേറ്റീവ്സും നിങ്ങൾക്കുള്ള ഫ്രണ്ട്സും നിങ്ങൾക്കുള്ള കണക്ഷൻസും ആള് വീതം ഒരു 10,000 രൂപ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ മകൾക്കോ മകനോ UK ഈ പറഞ്ഞ രാജ്യങ്ങളിലേക്ക് പോകണമെങ്കിൽ ലോൺ എടുക്കണ്ട, അല്ലേ? പകരം എന്താ, ഇവരാരും സഹായിക്കൂല, നിങ്ങളൊന്ന് പോണ കാണട്ടെന്ന് വിചാരിക്കും. നിങ്ങളുടെ കുടുംബത്തിന്റെ ആധാരം കൊണ്ട് പണയം വെച്ച് ഈ കൊച്ചിനെ അവിടെ കയറ്റി വിടുമ്പോഴത്തേനും നിങ്ങൾ സൈഡായിട്ടുണ്ടാവും. ഈ കൊച്ച് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും ഇവിടെ പ്രതീക്ഷയുടെ കൂമ്പാര, മോളെ ബാങ്കിന്റെ ലോൺ പൈസ അടയ്ക്കണം. കാരണം എല്ലാ സ്വർണം മൊത്തം കൊണ്ടേ വെച്ചിട്ടുണ്ടാവും, സ്ഥലത്തിന്റെ ആധാരം കൊണ്ടേ വെച്ചിട്ടുണ്ടാവും. കാരണം അത് പ്രസ്റ്റീജിന്റെ ഒരു പ്രശ്നമുണ്ട്. ഈ കൊച്ച് അവിടെ ചെന്നേച്ച് അനുഭവിക്കുന്ന സ്ട്രെസ് ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരുത്തൻ ഓസ്ട്രേലിയക്ക് പറഞ്ഞ കുടുംബക്കാരെല്ലാവരുടെയും കൂടി സഹായിക്കും. അവിടെ ചെല്ലുമ്പോഴത്തേനും അവരെല്ലാവരും അങ്ങനെ ആ സിസ്റ്റത്തിലാണ് ഇവർ പോകുന്നത്. അതുകൊണ്ട് ഇവർക്ക് ടെൻഷൻ ഇല്ല. ഇത് നോക്ക്, ഈ ചെറിയ വീട്, നമ്മുടെ അവിടെ പോലെ വലിയ വീടില്ലല്ലോ ഇവർക്ക്. അതുകൊണ്ട് ഇവരുടെ എപ്പോഴും പൈസയുണ്ട്. നമ്മുടെ എന്ന് പറഞ്ഞാൽ ഒറ്റ വീട്ടിൽ തീരുമല്ലേ നമ്മുടെ ജീവിതം. ഒരൊറ്റ വീട് പണിയും അതോടെ ജീവിതം തീരും. ശരിയാണോ? ജീവിതവും മക്കളെയും കൂടെ കാര്യം കഴിയുമ്പോൾ നമ്മുടെ പണി തീർന്നു. അത് കഴിയുമ്പോഴത്തേനും മക്കളും മക്കളും ഇതെല്ലാം ആക്കി തീർക്കുമ്പോഴത്തേനും നമ്മുടെ ലൈഫ് അവിടെ പോയി. നമ്മുടെ മക്കൾക്കും നമ്മുടെ ഇതിനൊക്കെ നമ്മൾ സെറ്റാക്കി വേണ്ടി നമ്മുടെ ജീവിതം അവിടെ പോയി. ഇപ്പോഴല്ലേ ശരിക്കും നമ്മളൊക്കെ മാറി ചിന്തിക്കാൻ തുടങ്ങിയത്. ഇപ്പൊ ഈ ലേറ്റസ്റ്റ് പറയുകയാണെങ്കിൽ ഈ ഒരു 2023-24 കോവിഡ് കഴിഞ്ഞതിന് ശേഷമാണ് ആൾക്കാരെ പിന്നെ തിരിച്ച പൈസയൊക്കെ വന്ന് തുടങ്ങിയതിന് ശേഷമാണ് ആൾക്കാർ മാറി ചിന്തിക്കുന്നത്. ഇപ്പൊ ആർക്കും സ്ഥലവും വേണ്ട, ഒന്നും വേണ്ട. നമ്മുടെ മക്കള് ചിന്തിച്ചു നോക്കെ, 10 സെന്റ് സ്ഥലവും ഒരു വീടും അല്ലെങ്കിൽ ഒരു ജോലി, അതിനപ്പുറത്തേക്ക് ആരും ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ഈ വന്ന വഴിക്ക് ശ്രദ്ധിച്ചു, ഇൻഡസ്ട്രീസ് ഒന്നും തന്നെ ഇവിടെ കാണുന്നില്ല. മുഴുവൻ ഇന്ത്യ ആശ്രയിച്ച് തന്നെ ഉള്ള. അതെ, ഇവിടെ ഇന്ത്യയിൽ നിന്ന് 57% സാധനങ്ങൾ ഇന്ത്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഗ്യാസ്, ഉപ്പ്, ഇത് രണ്ടും ഇന്ത്യ കൊടുത്തില്ലെങ്കിൽ നേപ്പാൾ ഇല്ല. നേപ്പാൾ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇവർ ഉപ്പില്ലെങ്കിൽ ഇവർ തിന്നും. ഈ ഗ്യാസിന് പോലെ ഇവര് വിറക്. ഒരു പ്രാവശ്യം ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇവര് ബോർഡർ അടച്ചായിരുന്നു. അടച്ചു എന്ന് പറഞ്ഞാൽ അടച്ചില്ല, ഭാഗികമായിട്ട് നിർത്തി. ഒരു സിലിണ്ടർ കൊണ്ട് 3 വീട്ടുകാർ കത്തിച്ചുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ഗ്യാസ് തികയാണ്ടെന്ന് കഴിഞ്ഞപ്പോൾ പബ്ലിക്കായിട്ട് സംഘടനകളെല്ലാം ചേർന്ന് വീട്ടിലെ പെണ്ണുങ്ങളെല്ലാം തെരുവിലേക്ക് ഇറങ്ങി. എന്നിട്ട് വിറക് കത്തിക്കും, എന്നിട്ട് ഫുഡ് ഉണ്ടാക്കും. എന്നിട്ട് ആ ഏരിയയിൽ ഗ്യാസ് ഇല്ലാത്ത വീട്ടിലുള്ള ആൾക്കാരെല്ലാം വിളിച്ചിട്ട് ഫുഡ് കൊടുക്കും. നല്ല രസം. വന്നിട്ട് ആ സഹകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്യാസ് വരുമ്പോൾ ഇവർ പാതി 7 കിലോ ആക്കും. ഒരു സിലിണ്ടർ ഹാഫ് ആക്കി എന്നിട്ട് വീടുകളിൽ ഇവരെ കൊടുത്തു. അപ്പോൾ ഒരു 3-4 ദിവസം സർവൈവ് ചെയ്യാലോ. പിന്നെ ഈ ഗ്യാസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവര് വനം തുറന്നു. വനത്തിൽ നിന്ന് വിറവ് കൊണ്ടുവരിക, വിറവ് കൊണ്ടുവന്നിട്ട് ഓരോ സ്ഥലത്ത് ഇറക്കി കൊടുക്കുക. ആ ഏരിയയിലെ മറ്റേ റെസിഡൻഷ്യൽ അസോസിയേഷൻ ഉണ്ടല്ലോ, ഇവർക്ക് ആകെ രാവിലെ വൈകുന്നേരം ചോറ് മതിയല്ലോ. രാവിലെ ഒരു 3-4 പെണ്ണുങ്ങൾ വന്നിട്ട് ചോറുണ്ടാക്കും, വൈകുന്നേരം ചോറുണ്ടാക്കും. എല്ലാവരും പോയി കിടക്കും, വീട്ടിലിരിക്കും. ഞങ്ങൾക്ക് ഗ്യാസ് വേണ്ട. ഇവർ ഏത് സാഹചര്യത്തിലും ഭൂകമ്പം വന്നു കുറേ ഇവര് കെയറും ചെയ്തില്ല. കാരണം ഒന്നുമില്ലായ്മയിലും ജീവിക്കുന്നവനെ നമുക്ക് പെട്ടെന്ന് തോപ്പിക്കാൻ പറ്റില്ലല്ലോ. ഈ സമ്പന്നതയിൽ ജീവിച്ചിട്ട് പെട്ടെന്ന് താഴേക്ക് ഇറങ്ങുമ്പോഴാണ് നമുക്ക് ഈ ബുദ്ധിമുട്ട്. ദാരിദ്ര്യത്തിൽ ജീവിച്ചതിന് സമ്പന്നതയിലേക്ക് കയറി കഴിയുമ്പോൾ അന്നേരമുള്ള പോഷല്ലാണ്ട് എനിക്കിത് വേണ്ട, എനിക്കത് മതി തന്നെ കുറെ പേരൊക്കെ ചിന്തിക്കുള്ളൂ. ജീവിക്കാൻ പഠിച്ചാൽ ഏത് ആഹാരം കഴിക്കാൻ പറ്റും, നമുക്കൊന്നിനും പേടിക്കണ്ട. സത്യം പറഞ്ഞതാ. അപ്പൊ ഇവിടെ ഈ 30% പോപ്പുലേഷൻ ഔട്ട് ഓഫ് കൺട്രി ആണ് എന്ന് പറഞ്ഞു. ബാക്കി ഇവിടെയുള്ള ആൾക്കാർക്ക് ഉപജീവന മാർഗത്തിനായിട്ട് ഉപജീവന മാർഗം എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ഒരാള് ഒരു ഇച്ചിരി പൈസ അയക്കും. പിന്നെ ഇവർക്ക് ഭക്ഷണ രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ അപ്പം 1 കിലോ, നമ്മുടെ നാട്ടിൽ 1 കിലോ അരിയും കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കണം. അപ്പം, പുട്ട്, ഇഡ്ഡലി, നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്നത് നമുക്ക് പ്രാന്ത് പിടിക്കില്ലേ. വട്ടയപ്പം, കള്ളപ്പം, പാലപ്പം, ദോശ, മസാല ദോശ, പിന്നെ എണ്ണക്കടികൾ വേറെ. ഇവിടെ ഇതൊന്നുമില്ല. ഇവിടെ തേങ്ങയുടെ പരിപാടിയില്ല. നമുക്കിപ്പോൾ അവിടെ ഒരു തോരൻ ഉണ്ടാക്കണേ തേങ്ങ പൊട്ടിച്ച് പൊതിച്ച്
ചിരണ്ടി അതിൻ്റെ അകത്തുണ്ട്. ഇവർക്ക് അങ്ങനെ ഒരു പരിപാടിയില്ല. ഇവർക്ക് കുറച്ച് പരിപ്പ്, ഉരുളക്കിഴങ്ങ്, പച്ചക്കറി, ചോറ്, സീസൺ അനുസരിച്ച് ഇലക്കറികൾ ഉണ്ടാവും. പിന്നെ ഇറച്ചി ഉണ്ടെങ്കിൽ കുശാല ഇവർക്ക്. ഇറച്ചി എല്ലായിടത്തും സുലഭം, എല്ലാ ഇറച്ചി. കാട്ടുപന്നിയുടെ ഇറച്ചി കിട്ടുമ്പോൾ ചില ഹോട്ടലില്. ആട്, കോഴി, പോത്ത്. നമ്മളിവിടെ ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് നമ്മുടെ ഇവിടെയൊക്കെ ഒരു അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ അവന്റെ കയ്യിലുള്ള പൈസ വാങ്ങി അമ്പലത്തിന്റെ ഭണ്ഡാരത്തിലാക്കാം, ഇല്ലേ അമ്പലത്തിന്റെ മേശയിലാക്കാം എന്നുള്ള രീതിയിലൊരു പിരിവുകളാണ്. ഇവിടെ അങ്ങനെയുള്ള യാതൊരു പിരിവും ഞങ്ങൾ ശ്രദ്ധയപ്പെട്ടില്ല. 10 രൂപ കൊടുക്കണമെങ്കിൽ കൊടുത്താൽ മതി, അല്ലെങ്കിൽ കൊടുക്കേണ്ട ആവശ്യം മനക്കാമല കേബിൾ കാർ നമുക്ക് ഈ പൈസ കേബിൾ കാറിന് ഇത് കുറഞ്ഞു പോയി എന്നുള്ളൊരു ചിന്തയല്ലേ നമുക്ക്? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് 670 രൂപയാണ് ടു ആൻഡ് ഫ്രം. അപ്പൊ ഉണ്ടാവുന്ന 670 രൂപയാണ്. നമ്മുടെ മലമ്പുഴ കേബിൾ കാർ മലമ്പുഴ 150 രൂപ മറ്റുണ്ട്. അത് കുറച്ച് ദൂരേ ഉള്ളൂ. കുറച്ച് ദൂരമുള്ള സിസ്റ്റം അത്ര സിസ്റ്റം ഒന്നുമില്ല. അല്ല. ഇവിടെ അന്നപൂർ പൊക്കറയിലൊരു കേബിൾ കാറുണ്ട്, കാഠ്മണ്ഡുവിലൊരു കേബിൾ കാറുണ്ട്, ചന്ദ്രഗിരി, മനക്കാമന കേബിൾ കാറ്, കാളിഞ്ചൗക്കിലൊരു കേബിൾ കാറ്. നല്ല സിസ്റ്റം അല്ലേ, ഫോറിൻ സിസ്റ്റം. അതുപോലെ വിമാനത്തിന്റെ സർവീസ്. നിങ്ങൾ പോകൂലോ? ഫ്ലൈറ്റിന് സൗകര്യങ്ങള് അതെ. ഈ ഒരു ചെറിയ രാജ്യത്ത് എത്ര എയർപോർട്ട്? 44 എയർപോർട്ട് ഉണ്ട് ഇവിടെ ഈ ചെറിയ, അതായത് ഈ രാജ്യത്ത്. 150 കിലോമീറ്റർ ഡിസ്റ്റൻസ് അല്ലേ? 1250 നീളം, 250 വീതി നേപ്പാള്. 1280 മീറ്റർ അല്ല കിലോമീറ്റർ. 1280 കിലോമീറ്റർ നീളവും 250 കിലോമീറ്റർ വീതിയുമുള്ള ഒരു ചെറിയ രാജ്യമാണ് നേപ്പാൾ. വനപ്രദേശം എന്ന് പറഞ്ഞാൽ ഹൈ. അതെ. ഇത് നേപ്പാളിൽ 3 തിരിച്ചേക്കുവാണ്: തെറായി, പഹാഡ്, ഹിമാലയ്. തെറായിലാണ് ഇപ്പൊ നമ്മുടെ ഈ വീട്. നാളെ നമ്മൾ പോണ വില്ലേജ് പഹാഡ്, കുന്നുകള്. പിന്നെ അതിന്റെ മുകളിലേക്ക് പോയി ഹിമാലയം. നമ്മൾ ഈ പറഞ്ഞ മാതിരി കാളിഞ്ചൗക്കൊക്കെ പോയില്ല, അതൊക്കെ ഹിമാലയത്തിന്റെ ഇതിൽപ്പെട്ടു. ഹിമാലയത്തിൽ പോയി മൊത്തം ഐസാണ്. അതിന്റെ താഴെയാണ് ഈ പഹാഡ്, അതിന്റെ താഴെയാണ് ഈ തെറായി. അപ്പൊ ഈ 3 സ്ഥലമാണ് ശരിക്കും. താഴ്ന്ന പ്രദേശത്താണ് ഈ 44 വിമാനമുള്ളത്. നമ്മളിപ്പോ ഇവിടെ നമ്മളൊരു ഓട്ടോറിക്ഷ വിളിച്ച് സ്ഥലത്തേക്ക് പോകും. നമ്മൾ പോയില്ലേ 10 മിനിറ്റ് ഉള്ളു ഇവിടുന്ന് എയർപോർട്ടിലേക്ക്. എയർപോർട്ടിൽ ചെന്നു പെട്ടെന്ന് സംഭവങ്ങൾ ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ കൊണ്ട് ഫ്ലൈറ്റ് കയറി കഴിഞ്ഞു. എവിടെയാ പോകണ്ടെന്ന് അങ്ങോട്ട് പോയി. തീർച്ചയായിട്ടും ഇപ്പൊ കറക്റ്റ് നമ്മളിപ്പോ ചാർട്ട് ചെയ്തിരിക്കുന്ന ഫ്ലൈറ്റ്, നമുക്ക് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന ഫ്ലൈറ്റ് അല്ല. അതിന് മുമ്പിലത്തെ ഫ്ലൈറ്റില് ആളില്ലെങ്കിൽ നമ്മൾ അതേ കയറ്റി വിടുമെന്ന് പറയുമ്പോൾ തന്നെ അത് ഭയങ്കര സൗകര്യമില്ലേ? അതും വളരെ സ്മൂത്ത് ആയിട്ട് ചിരിച്ച് പോകുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഓക്കെ. ഇനി അവർക്ക് ആളുകൾ കുറവാണെന്നും പറഞ്ഞുകൊണ്ട് അവർ നിങ്ങളെ പിടിച്ചേപ്പിച്ച് ഇതിന് പോകണമെന്നും പറയില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ പോവുക, ഇല്ലേ നിങ്ങൾ അതിന് പോയാൽ മതി. അതേപോലെ ഇതുപോലുള്ള ഒരു സാഹചര്യം ഈ പറഞ്ഞ മാതിരി എന്താ പറയുക, നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലോ, ഇന്ത്യക്ക് മറ്റു സംസ്ഥാനങ്ങളിലോ നമ്മൾ കണ്ടിട്ടില്ല. അല്ല, ഇന്ത്യയിലേക്ക് ഇന്ന് നമ്മള് വീട് എവിടെയാ? കൂത്താട്ടുള്ള അവനകര അല്ലേ? അവിടെ അടുത്തെന്ന് പറയുമ്പോ കൊച്ചി ടു തിരുവനന്തപുരം ഇന്നത്തെ റേറ്റ് നോക്ക്, നാളത്തെ റേറ്റ് നോക്ക്, നാളെ കഴിഞ്ഞത്തെ റേറ്റ് നോക്ക്. ഫ്ലക്ച്വേഷൻ ഉണ്ടാവും. തിരുവനന്തപുരം അല്ലേ? തിരുവനന്തപുരം ടു കൊച്ചി നോക്ക്. ഇത് നമ്മുടെ അടുത്തുള്ള ഭരത്പൂർ ടു കാഠ്മണ്ഡു റേറ്റ് ഒരു വർഷമായിട്ടും കൂടിയിട്ടില്ല. ഇനി അടുത്ത നവംബർ വരുമ്പോഴേ കൂടുകയുള്ളൂ. സീസൺ ആകുമ്പോൾ ഒരു ചെറിയ, അത് 100-200. ഇനി ഫ്യൂവലിന്റെ റേറ്റ് കുറയുവാണെങ്കിൽ ഇവരും ടിക്കറ്റ് റേറ്റ് കുറയ്ക്കും. അതാണ് ഇവിടുത്തെ എയർപോർട്ട്. ഇവിടെ 172 രൂപ സംതിങ് ആണ് പെട്രോളിന് വില കണ്ടത്. അതായത് ഇപ്പൊ നമ്മൾ സഞ്ചരിക്കുന്ന 3250 രൂപ താഴെയാണ് എല്ലാ ഫ്ലൈറ്റും. ഇപ്പൊ നിങ്ങൾ അത്രയും 40 മിനിറ്റ് ആയതുകൊണ്ടാ. ഇവിടുന്ന് 2000 സംതിങ് അല്ലേ ഉള്ളൂ. കാഠ്മണ്ഡു ഒരു 3000 താഴെ നമുക്ക് ഇത് ഫ്ലൈറ്റ് കിട്ടും ഇവിടെ. അങ്ങനത്തെ ഈസിയാണ് ഇവിടുത്തെ കാര്യം. അതെ 8 മണിക്കൂർ 10 മണിക്കൂർ യാത്ര പോകേണ്ടത് 25-30 മിനിറ്റ് കൊണ്ട് നമുക്ക് പോയി. ഇന്ന് നിങ്ങൾ പൊക്കറയിൽ വന്നില്ലേ? ഇവിടെ വന്നതിന് 3000 താഴെ ഉള്ളൂ, അരമണിക്കൂർ കൊണ്ട് എത്താം. പൊക്കറ ടു കാഠ്മണ്ഡു അതേപോലെ തന്നെ സിമ്പിൾ പരിപാടി. ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് വരുന്ന ഏതൊരാൾക്കും ആധാർ കാർഡ് കാണിച്ച് നേപ്പാൾ അതിർത്തിയിലേക്ക് കടന്ന് പാസ്പോർട്ട് വിമാനത്തിനാകുമ്പോൾ പാസ്പോർട്ട് വേണം അല്ലേ? നമ്മളില്ലെങ്കിൽ എംബസി പോയി. അത് ഡൊമസ്റ്റിക്. ഇന്റർനാഷണലിൽ നമുക്ക് ഒറിജിനൽ വോട്ടർ ഐ ഡി വേണം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒറിജിനൽ വോട്ടർ ഐ ഡിയും പാസ്പോർട്ടും ഇല്ലെങ്കിൽ നമ്മൾ ഇന്ത്യൻ എംബസി പോയിട്ട് ഒരു NOC ഉണ്ടാക്കണം. പാസ്പോർട്ടിന് പകരം ഒറിജിനൽ വോട്ടർ ഐ ഡി ഉണ്ടെങ്കിൽ മതി. വോട്ടർ ഐ ഡി മതി. അത് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ സത്യം ഞാൻ കുറ്റം പറയാമെന്ന് വിചാരിക്കരുത്. നമ്മുടെ കൊച്ചി എയർപോർട്ടിൽ വന്നിട്ട് നമ്മൾ ഈ ഒറിജിനൽ ഇലക്ഷൻ ID കൊടുത്തിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റും കൊടുത്തു കഴിഞ്ഞാൽ
അവിടെ ഇരിക്കുന്ന സ്റ്റാഫ്സ് നമ്മളെ വട്ടം ചുറ്റിക്കും. കളിയാക്കും. ഇതെല്ലാതെ കളിയാക്കും. നേപ്പാളിന് വിസ വേണോ വേണ്ടോ എന്നുള്ളത് ഇന്നും കൊച്ചിൻ എയർപോർട്ടിൽ ഇരിക്കുന്ന കുറച്ച് പേർക്ക് അറിയില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഇവിടുന്ന് തിരിച്ചു വന്നവർക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം അവർ ട്രെയിനിന് വന്നു, തിരിച്ച് ഫ്ലൈറ്റിന് വന്നപ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോയത് എങ്ങനെയാണ്, അതിന്റെ ടിക്കറ്റ് പാസ്പോർട്ടിൽ എൻട്രി ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ. അല്ല, ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിലോ ഫ്ലൈറ്റ് സ്റ്റേഷനിൽ ഇരിക്കുന്നവർക്ക് ഇതിനെക്കുറിച്ച് അറിയണ്ടേ? എന്നിട്ട് ഇവരും കുറേ ഫോൺ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും. അവസാനം പോയിന്റിൽ എത്തുമ്പോണ്ടല്ലോ നേപ്പാളിലേക്ക് വിസ വേണ്ട, ഒറിജിനൽ ഇലക്ഷൻ ഐ ഡി മതി എന്ന് വരും. എന്നിട്ട് അവർ ഹോട്ടൽ ബുക്കിങ്ങിന്റെ പ്രൂഫ് ചോദിക്കും. ഞാൻ അനുഭവിച്ചതാണ്. ഞാനൊരു ദിവസം എന്നോട് ഇത് ആരോ പറഞ്ഞു, ഞാനപ്പോൾ സത്യമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഇലക്ഷൻ ഐ ഡി കണ്ട് പോയി ചെന്ന് കഴിഞ്ഞപ്പോൾ ആ പുള്ളിക്കാരത്തി എന്നോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ കയ്യിൽ ഹോട്ടൽ ബുക്ക് ചെയ്ത പ്രൂഫ് ഉണ്ടോന്ന്. അതായത് ഇവിടെ എന്തോ സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്നോട് ചോദിക്കുക. സെക്യൂരിറ്റി അവിടെയാണെങ്കിൽ സ്വർണ്ണക്കടത്ത്, മയക്കുമരുന്ന് കടത്ത്, എന്തെല്ലാം ഇവിടെ ആ ഒരു ഇതിൽ. ആ അല്ല, ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്ന പെൺകുട്ടിയായാലും അല്ല, അവരത് അറിഞ്ഞിരിക്കണ്ടേ? നേപ്പാളിലേക്ക് പോകാൻ വിസ വേണം, ഹോട്ടൽ ബുക്കിംഗ് വേണം, ഏതൊക്കെ ഡോക്യുമെന്റ്സ് വേണം എന്നുള്ള അവർ കാണാപ്പാടം പഠിച്ചു വെച്ചിട്ട് മൈൻഡിൽ ബ്രെയിനിൽ വേണ്ടേ? ഇത് അവർ 10 ഫോൺ വിളിച്ചിട്ട് എൻ്റെ പുറകിൽ ക്യൂ നിൽക്കുന്നവര് എന്റെ ഈ പ്രശ്നം കൊണ്ട് ഞാൻ പിടിക്കപ്പെടും, അറസ്റ്റ് ചെയ്യോ, തീവ്രവാദിയാണെന്നുള്ള രീതിയിൽ നമ്മളെ കാണുള്ളൂ. മുമ്പിൽ നിൽക്കുന്നവന്റെ പാസ്പോർട്ട് എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ചിന്ത വരുന്നത്. അത് കഴിഞ്ഞ് വിളിച്ച് ചോദിച്ചു നോക്കുമ്പോൾ ഏറ്റവും അവസാനം പോയിന്റ് വരുന്നത് എന്താ? ഒന്നും വേണ്ട. അത് കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊന്നും ഇവര് വല്ല വേറെ അപ്പോയിന്റ്മെന്റ് എനിക്കറിയില്ല കേട്ടോ എന്താണ്. അതുകൊണ്ട് ഞാൻ ഇന്ത്യൻ എംബസിയുടെ ഇത് എടുത്തു കൊടുത്തു. എൻ്റെ ഇന്ത്യൻ എംബസിയുടെ എടുത്ത് കഴിഞ്ഞപ്പോൾ ഓക്കെ, ഞാൻ പാസ്പോർട്ട് കൊടുത്തില്ല. എന്നിട്ട് ഞാൻ പാസ്പോർട്ട് എടുത്ത് കാണിച്ചു കൊടുത്തു. പാസ്പോർട്ട് എടുത്ത് കാണിച്ചു വെച്ച് ഞാൻ സീൽ മേടിച്ചു. എന്നിട്ട് അവർ അവിടെ അടിച്ചില്ല, ബോംബെയിൽ എത്തിയപ്പോഴാണ് അടിച്ചത്. അപ്പൊ അത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. പക്ഷെ ഞാനിത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ട് ഇവര് വോട്ടർ ഐ ഡി ആയിട്ട് വന്നു കഴിഞ്ഞിട്ട് ഇവർക്ക് എയർപോർട്ടിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ആരാ ഇതിനകത്ത് കുറ്റക്കാരൻ? ചുറ്റിക്കൽ ഭയങ്കരമാണ് ഇത്. ആ ഒരു കൺഫ്യൂഷൻ ഉണ്ട് അവിടെ. ഇവിടെ വന്ന് അത് പ്രത്യേകിച്ച് പ്രവാസികൾക്കൊക്കെ അത് പറ്റിയിട്ടുണ്ട് ഇവിടെ വന്നിട്ട്. അപ്പോ ഇനിയും ഇങ്ങോട്ട് വരാനിരിക്കുന്ന മലയാളികൾക്കായിട്ട് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ? ധൈര്യമായിട്ട് നേപ്പാളിൽ പോരുക. ഏഷ്യയിലെ ഏറ്റവും മനോഹരമായി, അതായത് ഈ നേപ്പാൾ എന്ന് പറഞ്ഞാൽ ചില സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ റിയലി നമ്മള്. പക്ഷെ ഇതിനിടയ്ക്ക് ഒരു കാര്യം ചോദിച്ചാൽ, ഈ കാഠ്മണ്ഡു പോലെയുള്ള പ്രദേശങ്ങൾ ബാറിലൊക്കെ കുറച്ച് നമ്മൾ പിടിച്ചുപറി പോലെയുള്ള സിസ്റ്റംസ് ഉണ്ട് എന്നിങ്ങനെ ഒരു പരക്കെ ഒരു അത് തീർച്ചയായിട്ടും ഉള്ളതാണ്. അതായത് കാഠ്മണ്ഡുവിൽ ചെന്ന് കഴിഞ്ഞാൽ നൈറ്റ് ലൈഫ് ഉള്ളൊരു സ്ഥലമുണ്ട്, തമിഴ്. അവിടെ ഡാൻസ് ബാറുകൾ ഒരുപാടുണ്ട്. അത് ഗവൺമെന്റ് അനവധിയാണ്. ഇവിടെ കാസിനോ പോലും ഉണ്ട് കേട്ടോ. നേപ്പാളിൽ കാസിനോ ഉണ്ട്. അപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്ന് വെച്ചാൽ ഇതിന്റെ മറവില് നമ്മുടെ ബലഹീനതനെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പേര് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡാൻസ് ബാർ ഉണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം കാണിക്കുന്ന മെനു കാർഡും നമ്മൾ കുറച്ച് മദ്യം കഴിച്ചതിന് ശേഷം കാണിക്കുന്ന മെനു കാർഡ് രണ്ടും രണ്ടായിരിക്കും. നമ്മൾ പറ്റായി കഴിയുമ്പോൾ അവർക്കറിയാം എന്ത് പറഞ്ഞാലും ഓക്കെ. അപ്പോൾ ഇത് ഇച്ചിരി സുന്ദരികളായ പെണ്ണുങ്ങൾ തുണിയൊക്കെ ഇച്ചിരി മാറ്റി നമ്മുടെ അടുത്ത് വരുമ്പോഴത്തേനും നമ്മളെ വേറൊരു ലോകത്തിലേക്ക് അവർ മൈൻഡ് മാറ്റിക്കളയും. ഒന്ന് ഇതിന് ശേഷം കുറെ പേര് ഡാൻസ് ബാർ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ടുപോയിട്ട് ഇരിക്കാൻ പറഞ്ഞ് നല്ല ചിരിച്ചു കൊണ്ടുപോയി ഉള്ളിൽ കയറിയതിന് ശേഷം അവർ നമ്മുടെ കയ്യിൽ പൈസയും മാല, മോതിരം, മൊബൈല്, അതേപോലെ അവരുടെ മൊബൈലിലുള്ള മറ്റേ സിസ്റ്റം ഉണ്ടല്ലോ, ഗൂഗിൾ പേ ഉൾപ്പെടെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം വലിയൊരു ഗ്യാങ് ആണ്. അപ്പൊ നമ്മള് ആ സ്ട്രീറ്റിൽ പോവുക, ഡാൻസ് ബാർ ഉണ്ടോ, നമ്മൾ തൊട്ടടുത്ത റോഡ് സൈഡിൽ കാണുന്നോ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്നോ മാത്രം പോവുക. മറ്റവൻ വന്ന് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. ഇത് നമ്മുടെ മൈൻഡിൽ തന്നെ കുറെ പേര് ഇതിനു വേണ്ടി വരുന്നവരുണ്ട്. അപ്പൊ ആ ഒരു നിമിഷത്തെ ചൂഷണം ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അത് തന്നെ സംഭവം. പൊക്ര പോലെയുള്ള മറ്റു പ്രദേശങ്ങളിൽ പൊക്രയിൽ യാതൊരു ചീറ്റിങ്ങും ഇല്ല. കാഠ്മണ്ഡുവിൽ മാത്രമേ ഉള്ളൂ. പൊക്രയിലുള്ള ഏത് ഡാൻസ് ബാറിൽ പോയിക്കോ, ഏത് മസാജ് സെന്ററിൽ പോയിക്കോ, നിങ്ങൾ ഒരിക്കലും ചീറ്റ് ചെയ്യില്ല. 12-1 മണി വരെ സംഭവമുണ്ട്. ഒരു പൊക്രയിൽ ഏത് ഡാൻസ് ബാറിൽ ചെന്നാലേ ഒരു 10-20 എണ്ണെങ്കിലും ഉണ്ട് അവിടെ ഉണ്ട്. ചെന്ന് കഴിഞ്ഞാൽ ഒരു ബിയർ മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാസ്റ്റ് വരെ കാണാം. പിള്ളേരെല്ലാം അടുത്ത് വരും, എല്ലാം ഫ്രണ്ട്ലിയാണ്, ഒരു പ്രശ്നവുമില്ല. അതുപോലെ മറ്റ് രാജ്യങ്ങളുടെ കറൻസി ആയിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ കറൻസിക്ക് ഇവിടെ എന്നും തന്നെ 1.6 ആണ് എപ്പോഴും. നമ്മുടെ ഇന്ത്യൻ കറൻസി മറ്റു പല രാജ്യങ്ങളുടെ കറൻസി ആയിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ എന്നും ഫ്ലക്ച്വേഷൻ ആയിരിക്കും റേറ്റിന്. ഇവിടെ അതങ്ങനെ ഒരു വ്യത്യാസം കാണുന്നില്ല. കാരണം ഇന്ത്യയെ ആശ്രയിക്കാണ്ട് ഒരിക്കലും നേപ്പാളിന് നിലനിൽക്കാൻ സാധിക്കില്ല. കാരണം ചൈന തൊട്ടടുത്ത അയൽരാജ്യമാണെങ്കിലും ഈ ഗതാഗത സൗകര്യം എപ്പോഴും മാക്സിമം ഒരു 1-2 മാസം മാത്രമേ ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരാൻ പറ്റുള്ളൂ. അതായത് ഇവിടെ ഒരു 6 മാസം തണുപ്പുകാലായിരിക്കും. ചൈനയിൽ നിന്ന് വരാനുള്ള വഴിക്ക് മൊത്തം കോടമഞ്ഞായിരിക്കും, അല്ലെങ്കിൽ മഞ്ഞ് വീഴ്ചയായിരിക്കും. പിന്നെ ഒരു 3 മാസം അല്ലെങ്കിൽ 3.5 മാസം മഴയായി. പിന്നെ അവശേഷിക്കുന്ന 2 മാസമാണ്. ഈ 2 മാസം ഇന്ത്യനെ ഒഴിവാക്കി ചൈനയെ ആശ്രയിക്കാൻ നേപ്പാൾ പോയാൽ സാധനങ്ങൾ കറക്റ്റ് സമയത്ത് എത്തില്ല. അതാണ് അതിന്റെ പ്രശ്നം.
അപ്പോൾ നമുക്ക് ഇത്രയും വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തി ഒരു കാര്യം വ്യക്തമാക്കാനുണ്ട്. ഈ OVA സർവീസ് അത് ഒരുപാട് ആൾക്കാർക്ക് ഗുണം ചെയ്യുന്നുണ്ട്. ഇതിപ്പോ ഒരു പേയ്മെന്റ് മേടിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടോ ചെയ്യുന്നതല്ല. നമ്മളെ പോലെയുള്ള മലയാളികൾക്ക് ഒരു സേവനം അത്രേ ഉള്ളൂ. ഒരു ഏത് പാതിരാത്രിക്ക് വിളിച്ചാൽ സഹോദരൻ കൂടെ ഉണ്ട്. അത്ര ആ ഒരു മെന്റാലിറ്റി ഉള്ളു. നമുക്ക് ഏത് സമയത്തും നമുക്ക് പുള്ളിക്ക് ഒരു ഹെൽപ്പ്. ഇത്രയും പേരുണ്ടെങ്കിൽ എത്ര ഒരു മെസ്സേജ് അയച്ചാലും ഏത് സമയത്ത് വിളിച്ചാലും അവർ തന്നെ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു വ്യക്തി ഞാൻ ഈ പറഞ്ഞ മാതിരി നോവലിലെ കണ്ടിട്ടുള്ളത്. ഏത് സമയത്ത് ചുമ്മാ ഒരു മെസ്സേജ് കാക്കയുടെ എന്താ പറയാ, നമ്മളെല്ലാം കാക്കയുടെ കാര്യം ഒരു കല്ലിട്ട് പോയാൽ ഒരു ലെറ്റർ ഇട്ട് കൊടുത്താലും പോയി ചേരുമെന്ന് പറഞ്ഞ മാതിരി നോബി എപ്പോഴും ഒരു മെസ്സേജ് ഇട്ടാലും നോബി അതിനെ റെസ്പോണ്ട് ചെയ്തിരിക്കും. അത് ആര് ചെയ്താലും ശരി, ഏത് ബിസിയിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അതൊരു ഒരു എന്താ ഇത് തന്നെയാണ്. മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ വരുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ല, എന്റെ അഭിപ്രായത്തില് നോബിയെ കോൺടാക്ട് ചെയ്ത് വരുന്ന നല്ലൊരു. അതിനകത്ത് വലിയൊരു നിസ്സാരമായിട്ടൊരു ഉദാഹരണമുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം 40ഓളം മലയാളികള് പ്ലാൻ ചെയ്തു വന്നു. അപ്പൊ അവർക്കൊരു ഗൈഡുണ്ട്. കണ്ണൂരിൽ നിന്നുള്ള ഒരു രാമേന്ദ്രൻ എന്ന് പറഞ്ഞ സാറുണ്ടായിരുന്നു. പുള്ളി നേരെ ഈ ബോബിയെ കോണ്ടാക്ട് ചെയ്തു. പുള്ളി ഒരു ഗൈഡാണെന്ന് പറഞ്ഞു. ആ വ്യക്തി ബോബിയെ കോണ്ടാക്ട് ചെയ്തുകൊണ്ട് ഏതാണ്ട് ഒരാൾക്ക് 50,000 രൂപ വരുന്ന ചെലവാണ്. അങ്ങനെയാണ് ബഡ്ജറ്റ് ഇട്ടത്. 10 ദിവസത്തെ പ്രോഗ്രാമാണ്. ഒരാൾക്ക് ഈ പറയുന്ന നേപ്പാളിൽ 10 ദിവസം കറങ്ങണമെങ്കിൽ 50,000 രൂപ കൊണ്ട് തീരില്ല. പക്ഷെ ഇപ്പൊ നിലവിൽ അത് 40,000 രൂപ താഴെയായി. 30 സംതിങ് ആയുള്ളൂ. 32 രൂപ കണ്ടാണ് അവർക്ക്. പക്ഷെ അന്നേരം അവർ മൗണ്ടൻ ഫ്ലൈറ്റ് കണ്ടു. പിന്നെ ഒരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് യാത്ര നടത്തി. 40 പേരായിരുന്നു കേട്ടോ. അതിന് ടൂറിസ്റ്റ് ബസ്സായിരുന്നു. ടൂറിസ്റ്റ് ബസ്സിന് ഏതാണ്ട് അവർക്ക് ഒരു ദിവസം 20-21 രൂപ കണ്ട് ബസ്സിന്റെ ചാർജും പ്ലസ് ഡീസൽ. 6 ദിവസം അവർക്ക് 30,000 രൂപയുള്ളൂ ഒരു ദിവസം. നേപ്പാളി 1.80 അവർ 6 ദിവസം കറങ്ങി. 1.1 അതായത് 30,000 രൂപ നേപ്പാളില്. അപ്പൊ എത്ര ഞാൻ അയച്ചു നോക്ക്. 30,000 രൂപ 18 1,80,000. 40 പേരോളം ഉണ്ടായിരുന്നു. 40 പേർക്ക് 1,80,000 രൂപയാണ് ബസ്സിൽ കറങ്ങാനായത്. അപ്പൊ ഒരാൾക്ക് 4,000-4,500 രൂപ പോലും വന്നില്ല. 4,500 രൂപ എന്ന് പറയുമ്പോൾ നേപ്പാളി, ഇന്ത്യൻ ആയപ്പോഴോ 2,500 രൂപ 3,000 രൂപയുള്ളൂ. ചെലവ് ചുരുങ്ങി അങ്ങനെയും ചെയ്യാം എന്നൊരു ഐഡിയ പറഞ്ഞു കൊടുക്കാൻ നമുക്കൊരാളുണ്ട്. അത് പ്രാബല്യത്തിലാകാനും അതിന്റെ കൂടെ നിൽക്കാനും ഒരാളും. ആദായം കിട്ടിയിട്ടാണോ അല്ലെങ്കിൽ ഇത് ബിസിനസ് ആണോ അങ്ങനെ ഒന്നുമല്ല. പുള്ളി ഒരു മലയാളി എന്നുള്ള മലയാള സ്നേഹം മാത്രമാണ്. അല്ല, ഞാന് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ പുള്ളി ഒറ്റയ്ക്കാണ്. നമ്മളൊക്കെ വരുമ്പോ കാണും പുള്ളിക്ക് ഒരു സന്തോഷം. അത്രേ ഉള്ളൂ. അത് നമ്മള് മലയാളി. കുടുംബത്തെ പറ്റി പറഞ്ഞില്ല. എനിക്ക് ഭാര്യ, ഒരേ ഒരു ഭാര്യ, 2 മക്കള്. 2 മക്കൾ, ഒരാൾ UKG, ഒരാൾ ചെറിയ പ്ലേ സ്കൂളിൽ പഠിക്കുന്ന. 2 പോത്താനിക്കാട് സെന്റ് സേവേഴ്സിൽ. വൈഫ് നേഴ്സാണ്. പാലായിലെ വീട്, പാലായിൽ കൊല്ലപ്പള്ളി. അവര് 2 മക്കളും. അതായത് ഒരു മലയാളിക്ക് നേപ്പാളില് അല്ലെങ്കിൽ ജനിച്ച മക്കളുണ്ട്. അത് എനിക്ക് മാത്രമേ ഉള്ളൂ. 2 മക്കളും ഇവിടെ ജനിച്ചത്. അതും ഞാൻ ഒരു കോംപ്ലിക്കേഷനും ഇല്ലായിരുന്നു. ഇവിടെ നേപ്പാളികൾ എന്നെ സ്നേഹിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏരിയയിലുള്ള എല്ലാവരും വന്ന പിള്ളേരെ കുളിപ്പിച്ചതൊക്കെ നിന്ന് എന്റെ അമ്മ പോലും ചെയ്യാത്ത പ്രവർത്തികളാണ് ഇവിടെയുള്ളവർ ചെയ്തത്. ഇന്ത്യൻ പൗരത്വമാണോ നേപ്പാളി തന്നെയാണ്. കാരണം നേപ്പാളിൽ നമുക്ക് പൗരത്വം കിട്ടണമെങ്കിൽ നേപ്പാളിന് കല്യാണം കഴിക്കണം. ഒന്നെങ്കിൽ ഒരു നേപ്പാളി ഭാര്യ നേപ്പാളി ആയിരിക്കണം, അല്ലെങ്കിൽ ഭർത്താവ് നേപ്പാളി ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ കിട്ടും. അതെ, നേപ്പാളി പൗരത്വമാണെന്നാണ് പറഞ്ഞത്. അല്ലല്ല, നേപ്പാളി പൗരത്വം കിട്ടണമെങ്കിൽ 2 മക്കളും ഇവിടെ ജനിച്ചെങ്കിലും 2 പേരും ഇവിടെ ജനിച്ചാന്നുള്ള പ്രൂഫ് ഇന്ത്യൻ എംബസി തന്നിട്ടുണ്ട്. ബർത്ത് സർട്ടിഫിക്കറ്റ് നേപ്പാളിയാണ്. പക്ഷെ ഞാൻ ഇന്ത്യ പോയത്, ഇന്ത്യയിൽ ചെന്ന് ഗവൺമെന്റ് ഓഫീസിൽ ചെന്നിട്ട് അഫിഡവിറ്റ് ഒക്കെ എഴുതി കൊടുത്ത് ഞാൻ പാസ്പോർട്ടും ആധാർ കാർഡൊക്കെ അവിടുത്തെ ഉണ്ടാക്കിയാണ്. ഇന്ത്യൻ സിറ്റിസൺ തന്നെയാണ്. ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് തന്നെയാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഞാൻ നേപ്പാൾ, അതാണ് കുഴപ്പം. നേപ്പാൾ അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ. നമ്മളിവിടെ നിങ്ങളും ഈ പറഞ്ഞ നിങ്ങളും കുറച്ചാൾ ഇവിടെ ജീവിച്ചു കഴിഞ്ഞാണല്ലോ, എൻ്റെ ഇതേ മൈൻഡ് സെറ്റപ്പ് ആയി പോകും നിങ്ങൾക്ക്. അത് ഓട്ടോമാറ്റിക് അങ്ങ് ആയി പോകും. അത് നമ്മളിവിടെ ജീവിച്ചത് ഒരു അടിച്ചുപൊളി ജീവിതം ഇവിടെ ഇല്ല. ഇവിടുത്തെ അടിച്ചുപൊളി ജീവിതം എന്ന് പറഞ്ഞാൽ സങ്കല്പിക്കാൻ പറ്റില്ലാത്ത അടിച്ചുപൊളി ജീവിതം ഇവിടെ. ഇവിടെ ഇവന്മാരെ ആഘോഷങ്ങൾക്ക്, ഇവിടെ ആഘോഷം ദീപാവലിയും ദസറയും വരുമ്പോണ്ടല്ലോ, ഈ സ്ട്രീറ്റ് മൊത്തമായിട്ട് എൻ്റെ വീഡിയോസിൽ കിടപ്പുണ്ട്. ഒരു ആടിന് ഒരു വീട്ടിലേക്ക് മേടിക്കും. കാരണം പ്രവാസികളൊക്കെ വരും. പൈസ ചിലവാക്കാൻ ഒരു മടിയില്ല. ഒരാടിനെ അങ്ങ് മേടിച്ചു കൊന്ന് വീട്ടിലേക്കും. ഒരു 2 ആഴ്ച ഒരു നല്ല വിദേശത്ത് കൊണ്ടുവന്ന അടിക്കും കുടിക്കും കിടക്കും. വേറെ ഒരു അതെന്താ വെച്ചാൽ ഇവരെ സംബന്ധിച്ച് ചെറിയ വീടാണ്. അതാണ് ഏറ്റവും വലിയൊരു ഇവരുടെ ഒരു നേട്ടം. അവർക്ക് അത് മതി, ആ സിറ്റുവേഷനിൽ ജീവിച്ചാൽ മതി. അപ്പൊ നമ്മളിത് എവിടെ ജീവിക്കുന്നില്ലേ? നമുക്ക് സ്വർഗ്ഗമല്ലേ വന്ന് കയറുമ്പോ ഇവിടെ. എന്താ കുറവ്? അത് മതി. നമ്മുടെ വീടിന്റെ വലിയ 2 നില വീടിന്റെ 2ാം നില അടിച്ചിട്ട് എത്ര ദിവസമായിട്ടുണ്ടോ?
തീർച്ചയായിട്ടും. സത്യം. 2 നില വീടുള്ള മലയാളികളുടെ വീട് അടിച്ചിട്ട് എത്ര ദിവസമായിട്ടുണ്ടാവും? പ്രത്യേകിച്ച് ഇപ്പൊക്കെ പോയി നോക്കി കഴിയുമ്പോൾ മറ്റേ 8 കാലിയും കൂടി കൂടി. വീട്ടിൽ ആരാ ഇപ്പൊ എന്റെ വീട്ടിൽ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനും വൈഫും മാത്രം. അതാ പറഞ്ഞെ. ഇനി നിങ്ങൾക്ക് ഇപ്പൊ നടക്കാൻ യാത്ര ചെയ്യാം, കുറച്ച് നാളും കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ ചിന്തയല്ലതാ. ചിന്തിക്കാൻ മേലാതെ ഇരിക്കുക, സത്യം പറയാൻ ചിന്തിക്കുക. ഇപ്പൊ തന്നെ ബുദ്ധിമുട്ടാ, സ്റ്റെപ്പുകൾ കയറാനും വലിയ ഇറങ്ങാനും ഒക്കെ വലിയ ബുദ്ധിമുട്ട്. ഇപ്പൊ തോന്നുന്നില്ലേ ആ പൈസ ഉണ്ടായിരുന്നെങ്കിൽ എത്ര രാജ്യം കറങ്ങാമായിരുന്നു? സത്യം സത്യം. അതാണ് എന്റെ വ്യത്യാസം. മലയാളികളെ കാഴ്ചപ്പാട് വളരെ ഇതായിപ്പോയി. അപ്പൊ ഇതൊക്കെയാണ് നേപ്പാളിലെ വിശേഷങ്ങൾ. ഞാനും ഒരു യാത്രികനായിട്ട് നേപ്പാളിൽ വന്നതാണ്. ഇദ്ദേഹത്തെ പരിചയപ്പെട്ടത് ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെയാണ്. ഇദ്ദേഹത്തിന് വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, ഫേസ്ബുക്ക് ഗ്രൂപ്പുണ്ട്. എന്തെങ്കിലും ആവശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടാൽ ഏത് പാതിരാത്രിക്കാണേലും എന്ത് ചെറിയ സംശയങ്ങൾക്കാണേലും അപ്പോൾ തന്നെ റെസ്പോണ്ട് ചെയ്യും. അതിന് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു. നേപ്പാളിലേക്കുള്ള എന്തെങ്കിലും വിശേഷങ്ങൾ ഒരു ട്രാവൽ ഏജന്റ് അല്ല, ടൂർ ഓപ്പറേറ്റർ അല്ല, എല്ലാ സ്ഥലത്തും അന്വേഷിച്ചിട്ട് ഒരു സ്ഥലത്ത് നടക്കാത്ത കേസ് ഇവിടെ ഒന്നിച്ച് ചെയ്തു തരും. അതാണ് അതിന്റെ പ്രത്യേകത. അദ്ദേഹം ഒരു ട്രാവൽ ഏജന്റായിട്ട് വർക്ക് ചെയ്യുകയോ നമ്മുടെ കയ്യിൽ നിന്നോ അദ്ദേഹം ഇവിടെ ഏർപ്പെടുത്തി തരുന്ന മറ്റുള്ളവരുടെ കയ്യിൽ നിന്നോ യാതൊരു കമ്മീഷനും വാങ്ങാതെ തീർത്തും നിസ്വാർത്ഥമായ ഒരു സേവനം മലയാളി എന്ന നിലയിൽ മലയാളി സുഹൃത്തുക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഏതായാലും ഇത്രയും കാര്യങ്ങൾ ഞങ്ങളോട് സംസാരിച്ചതിന് വളരെയധികം നന്ദി.